കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 2024 പുതുവർഷം പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അല്ലേ? ഇത്തരമൊരു സാഹചര്യത്തിൽ വരുന്ന പുതുവർഷം സന്തോഷം നിറഞ്ഞതായിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ എല്ലാവരും കൊതിക്കുന്നു. ഇതിനായി ജ്യോതിഷത്തിൽ ചില പ്രതിവിധികൾ പറഞ്ഞിട്ടുണ്ട്. വർഷാരംഭത്തിന് മുമ്പ് ഈ നടപടികൾ കൈക്കൊള്ളുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം വർഷം മുഴുവനും സന്തോഷകരമായി തുടരും. നിങ്ങളുടെ പുതുവർഷം സന്തോഷകരമാകാനും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ജ്യോതിഷ പരിഹാരങ്ങളൊന്ന് ചെയ്തു നോക്കൂ. വളരെ ലളിതമായ ഈ പരിഹാര നടപടികളിലൂടെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതുവർഷത്തിന് മുമ്പ് വീട് എല്ലാവരും വൃത്തിയാക്കി വയ്ക്കുക. പുതുവർഷത്തിൽ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹം ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശുചിത്വത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വീടുകളിൽ മാത്രമാണ് ലക്ഷ്മി ദേവി കുടികൊള്ളുന്നത് എന്ന് ജ്യോതിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിനാൽ പുതുവർഷാരംഭത്തിന് മുമ്പ് നിങ്ങളുടെ വീട് പൂർണ്ണമായും വൃത്തിയാക്കുക. പ്രത്യേകിച്ച് സൂക്ഷിച്ചാൽ അവ വ്യക്തിയുടെ പുരോഗതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുക. കൂടാതെ വീട്ടിൽ നെഗറ്റീവ് ഊർജം വസിക്കുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഗണേശാരാധനയുടെ പ്രത്യേക പ്രാധാന്യം പരാമർശിച്ചിട്ടുണ്ട് അല്ലേ? ഗണപതിയെ ആരാധിച്ചുകൊണ്ട് ഏതൊരു ജോലിയും ആരംഭിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായും ആ ജോലിയിൽ വിജയം ലഭിക്കുമെന്നാണ് പറയുക. അതുപോലെ വീടിന്റെ പ്രധാന കവാടത്തിൽ ഗണപതിയുടെ വിഗ്രഹം സ്ഥാപിച്ച് പുതുവർഷം ആരംഭിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വർഷം മുഴുവനും നിങ്ങൾക്ക് മംഗളകരമായ ഫലങ്ങൾ ലഭിക്കും. വരുന്ന വർഷം സന്തോഷം നിറഞ്ഞതായിരിക്കും. നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് പ്രവേശിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ലഭിക്കും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ശിവലിംഗത്തെ അഭിഷേകം ചെയ്ത് 21 കൂവള ഇലകളിൽ ചന്ദനം കൊണ്ട് ഓം നമഃശിവായ എന്നെഴുതി ശിവലിംഗത്തിന് സമർപ്പിക്കണം. ശിവലിംഗത്തെ യഥാവിധി പൂജിച്ച ശേഷം കൂവളത്തിന്റെ വേര് ചുവന്ന നൂലോ വൃത്തിയുള്ള തുണിയിലോ പൊതിഞ്ഞ് കഴുത്തിൽ ധരിക്കണം. വലത് കൈത്ത് 24 പുതുവർഷത്തിൽ രാഹുവിന്റെ ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇരുമ്പ് വള ധരിക്കുന്നത് ശുഭകരമാണ്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബുദ്ധി ശരിയായ ദിശയിലേക്ക് പോകുകയും അത് നിങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തുകയും കരിയറിൽ പുതിയ ഉയരങ്ങളിലെത്തുകയും ചെയ്യും. ഇതുകൂടാതെ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ദരിദ്രരെ സഹായിക്കുകയും വേണം. ജ്യോതിഷത്തിൽ ശുക്രന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. കുടുംബം, ഭൂമി, സ്വത്ത്, തൊഴിൽ, ഭൗതിക സുഖങ്ങൾ മുതലായവയുടെ കാരണക്കാരനായ ഗ്രഹമായി ഇത് കണക്കാക്കപ്പെടുന്നു. അതിനാൽ പുതുവത്സരം ഐശ്വര്യവും സമൃദ്ധവുമാക്കുന്നതിന് 5 വെള്ളിയാഴ്ചകളിൽ വെള്ള വസ്ത്രം, പാൽ, അരി, പഞ്ചസാര എന്നിവ ആരാധനാലയങ്ങളിൽ ദാനം ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പുതുവർഷത്തിൽ ലൗകിക സുഖം കൈവരിക്കുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ സൂര്യന് വെള്ളം അർപ്പിക്കുന്നത് വളരെ ഔശ്വര്യമാണെന്നാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ദിവസവും വെള്ളം നൽകാൻ കഴിയുന്നെങ്കിൽ പുതുവർഷത്തിന്റെ ആദ്യ ദിവസം നിങ്ങൾ അത് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വർഷം മുഴുവനും നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും ലഭിക്കുമെന്നും നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുമെന്നും പറയുന്നു. പിന്നെ തുളസി പൂജ. ഹിന്ദുമതത്തിൽ തുളസി ചെടിയെ വളരെ പവിത്രമായി കണക്കാക്കുന്നു അല്ലേ? തുളസിയെ പതിവായി പൂജിക്കുന്നവർക്ക് മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി ഇല്ലെങ്കിൽ പുതുവർഷത്തിൽ ഒരു തുളസി ചെടി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പതിവായി ആരാധിക്കാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ല, വൈകുന്നേരം തുളസിക്ക് സമീപം ഒരു വിളക്ക് കത്തിക്കുകയും വേണം. പിന്നെ മാതാപിതാവിന്റെ ആദ്യ ദിവസം നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കുക.